പാകിസ്ഥാൻ ഇറാനെ കടൽപ്പാത വിരിച്ച് സഹായിക്കുന്നു എന്ന തരത്തിലുള്ള പരാതിയാണ് ഇപ്പോൾ പാകിസ്ഥാനെതിരെ ചില അന്താരാഷ്ട്ര മീഡിയകൾ ഉന്നയിക്കുന്നത്. ഇപ്പോഴത്തെ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട വിവാദ വിഷയങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അമേരിക്ക നിയോഗിച്ചതാണ് പാകിസ്ഥാനെ. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടുത്ത രാജ്യവും സൗഹൃദ രാജ്യവും നയതന്ത്ര രാജ്യവുമാണ് പാകിസ്ഥാനുമായിട്ട് എല്ലാ കാലത്തും സ്വീകരിക്കാറുള്ളത്. 1947 ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തോടനുബന്ധിച്ച് ഏറെക്കുറെ ഇന്ത്യയുടെ നിലപാടുകൾ റഷ്യക്ക് അനുകൂലമായിട്ടും പാകിസ്ഥാൻ്റെ നിലപാട് അമേരിക്കക്ക് അനുകൂലമായിട്ടുമായിരുന്നു. ആ രീതി തന്നെയാണ് ഏറെക്കുറെ ഇപ്പോഴും പിന്തുടരുന്നത്. ഒരു ചേരിചേരാ നിയമവ്യവസ്ഥയായിരുന്നു ഇന്ത്യ ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ പാകിസ്ഥാൻ അങ്ങനെയല്ല, പൂർണ്ണമായ രീതിയിൽ അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇപ്പോൾ പൊടുന്നനെയാണ് മധ്യസ്ഥ റോളിലേക്ക് പാകിസ്ഥാൻ എത്തിപ്പെടുന്നത്. അത് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ചൊരു കൃത്യമായിരിക്കുന്ന വിവരം ഇപ്പോഴും ആർക്കും പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. അവരുമായി ഇപ്പോൾ 2-ലധികം തവണ ചർച്ച നടത്തി. യഥാർത്ഥത്തിൽ 5ഓളം തവണ ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് മറ്റുള്ള മീഡിയകളൊക്കെ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ അമേരിക്കയും ഇറാനും തമ്മിൽ നേർക്കുനേരെ ചർച്ച നടത്തപ്പെട്ട ഒരു സമയമാണ് ഈ പാകിസ്ഥാനിൽ വെച്ചിട്ടുണ്ടായത്. പിന്നീട് അതിന് ശേഷം ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയും സംഘവും പാകിസ്ഥാൻ സന്ദർശനം നടത്തി. പിന്നെ ഒമാനിലേക്ക് പോയി, വീണ്ടും പാകിസ്ഥാനിലേക്ക് പോയി. അതല്ലാത്ത രീതിയിലുള്ള സന്ദർശനം ഔദ്യോഗികമായിട്ടല്ലാതെയും നടന്നിട്ടുണ്ട്. പക്ഷേ ഒരു രൂപം എത്തിയിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമുണ്ട്. പക്ഷേ പൂർണ്ണമായ രീതിയിൽ അമേരിക്കയെ അവിടുത്തെ ജനങ്ങൾ പിന്തുണക്കുന്നില്ല എന്നുള്ളത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ രീതിയിൽ അമേരിക്കയ്ക്ക് പിന്തുണ നൽകുന്ന ഒരു നിലപാടെടുക്കാൻ വലിയ പ്രയാസമുണ്ട്. ഇപ്പോഴത്തെ നിലവിലെ സാധ്യതകൾ പറയുന്നത് പാകിസ്ഥാനും ഈ ഇറാനും തമ്മിൽ വലിയ രീതിയിലുള്ള സൗഹൃദ ബന്ധ കാര്യങ്ങളുണ്ട്. പെട്രോളിയം, അതായത് എണ്ണ ഇറാൻ പാകിസ്ഥാന് നൽകാറുണ്ട്. അവർ തിരിച്ച് പണം നൽകാറുണ്ട്. അതിന് റൂട്ട് മാപ്പ് പറയുന്ന സമയത്ത് കടൽ മാർഗം അവർ പോവുകയാണെങ്കിൽ ഇറാൻ്റെ ചബഹാർ തുറമുഖത്ത് നിന്ന് പാകിസ്ഥാൻ്റെ ഗദ്വാർ പോർട്ടിലേക്ക് ഏറെക്കുറെ 76 നോട്ടിക്കൽ മൈൽ മാത്രമേ ഉള്ളൂ. തൊട്ടടുത്ത സ്ഥലമാണ് എന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് 2025 കണക്ക് പ്രകാരം $197.9 മില്യൺ എണ്ണ ഇറാൻ പാകിസ്ഥാന് നൽകിയിട്ടുണ്ട്. കുറേ നിയന്ത്രണ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഇവർ തമ്മിൽ അങ്ങനെ ബന്ധങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ പരാതി എന്ന് പറയുന്നത് ഈ മേഖലയിൽ നിന്ന്, അഥവാ ഹോർമുസ് കടലിൽ നിന്ന് ഇപ്പോൾ അമേരിക്കയുടെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട വിഷയം നിലനിൽക്കുന്നതിനാൽ ഇവിടെ നിന്ന് കപ്പൽ പാകിസ്ഥാൻ്റെ ഗദ്ദാർ പോർട്ടിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് മറ്റുള്ള രാജ്യത്തേക്ക് മാറിപ്പോകുന്നുണ്ട് എന്നുള്ള പരാതിയാണ്. അതായത് അമേരിക്ക അറിയാതെയാണ് ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അമേരിക്ക അറിഞ്ഞുകൊണ്ട് അമേരിക്ക മൗനം പാലിക്കുകയാണ് എന്ന തരത്തിലും കാര്യങ്ങൾ പോവുകയാണ്. പാകിസ്ഥാനും ഇറാനും തമ്മിൽ കരാതിർത്തി നോക്കുന്ന സമയത്ത് 909 കിലോമീറ്റർ അതിർത്തി കരയിലൂടെ പങ്കിടുന്ന രാജ്യമാണ് ഇരു രാജ്യങ്ങളും. വലിയ ബന്ധകാര്യങ്ങളുണ്ട്. ഗൾഫ് ഓഫ് ഒമാൻ്റെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ ഗൾഫ് ഓഫ് ഒമാൻ്റെ ഭാഗത്താണ് ഈ പറയപ്പെടുന്ന ചബഹാർ തുറമുഖ ഭാഗങ്ങളുള്ളത്. അപ്പോൾ എപ്പോഴും ഗൾഫ് ഓഫ് ഒമാനുമായിട്ട് ബന്ധപ്പെട്ടാണ് ചരക്ക് നീക്കങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത്. ഒമാനുമായിട്ട് ഈ 2 രാജ്യങ്ങൾക്കും നല്ല ബന്ധമാണ്. അതുകൊണ്ട് എതിർപ്പ് സംഗതികളൊന്നും ഉണ്ടാവാറില്ല. ഇനി മറ്റുള്ള തുറമുഖത്തെക്കുറിച്ച് നോക്കുന്ന സമയത്ത് ചബഹാർ തുറമുഖത്തിൽ നിന്ന് കറാച്ചിയിലേക്കാണ് പോകുന്നതെങ്കിൽ 456 നോട്ടിക്കൽ മൈലാണ്. ഒരുപാട് ദൂരമുണ്ട് എന്ന് അതിനും പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ രണ്ടാമത്തെ റൂട്ട് എന്ന് പറയുന്നത്, രണ്ടാമത്തെ ഈ തുറമുഖം എന്ന് പറയുന്നത് ബന്ദർ അബ്ബാസ് തുറമുഖമാണ് ഇറാനിൽ നിന്ന്. പിന്നീട് കറാച്ചിയുടെ കൊമേഴ്സ്യൽ ഈ സീപോർട്ടിലേക്ക് പോകാൻ വേണ്ടി സാധിക്കും. അങ്ങനെയുള്ള റൂട്ടും നിലവിലുണ്ട്. 200 മുതൽ 400 കിലോമീറ്റർ ദൂരമാണ് ഈ മേഖലയുള്ള ഗൾഫ് ഓഫ് ഒമാൻ്റെ ഭാഗത്തു നിന്ന് ഈ പാകിസ്ഥാൻ്റെ തുറമുഖത്തേക്ക് ദൂരം കണക്കാക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ദൂരപരിധി എന്ന് പറയുന്നത്. ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് എണ്ണ കയറ്റുമതി നൽകിയിട്ടില്ലേ സാമ്പത്തികപരമായിരിക്കുന്ന വലിയ ബാധ്യത ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. പക്ഷേ അതിജീവിക്കാൻ അവർ വലിയ രീതിയിലുള്ള മാർഗ്ഗങ്ങൾ എത്തുന്നുണ്ട്. ഒറ്റപ്പെട്ടാണെങ്കിലും ഇവരുടെ തീരം കടന്നുകൊണ്ട് പോകുന്ന, അഥവാ ഹോർമുസ് കടൽ തീരം കടന്നു പോകുന്ന കപ്പലുകളിൽ നിന്ന് അവർ ഈ ടാക്സ് വാങ്ങുന്നു. അതല്ലെങ്കിൽ അവർ പണം വാങ്ങിയിട്ടാണ് കടത്തിവിടുന്നത്. $2 മില്യൺ ഒരു കപ്പൽ എന്ന രീതിയിൽ വാങ്ങുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നല്ലൊരു പണം അവർ വാങ്ങുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്.
ഇതാണ് സാമ്പത്തികം അതിജീവിക്കാൻ വേണ്ടി യുദ്ധമുഖത്ത് അവർ ചെയ്യുന്ന ഏറ്റവും തന്ത്രപരമായിരിക്കുന്ന നീക്കം എന്ന് പറയുന്നത്. പിന്നീട് രണ്ടാമത് പറയപ്പെട്ടത് പലതരത്തിലും ബ്ലാക്കായിട്ട് അവർ പെട്രോളിയം വിൽക്കുന്നുണ്ട്. അത് ചിലത് മാത്രമേ അമേരിക്കയ്ക്ക് പിടിക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. ഏകദേശം ഇവിടെ പറയുന്ന കണക്ക് പ്രകാരം നോക്കുന്ന സമയത്ത് ഹോർമസ് കടലിൽ നിന്ന് 400 നോട്ടിക്കൽ മൈൽ മാറിയിട്ടാണ് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ കാര്യങ്ങളുള്ളത്. അതുകൊണ്ട് ഈ മേഖല വലിയ രീതിയിലുള്ള ഒരു പരിശോധനയ്ക്ക് ഡ്രോൺ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്താൻ വേണ്ടിയിട്ട് അമേരിക്ക തയ്യാറാവാറില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഡ്രോണിനെ ഇസ്രായേൽ മിസൈൽ പായിച്ചുകൊണ്ട് തകർക്കുന്നതൊരു നിത്യക്കാഴ്ച പോലെ ഇവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറയുന്ന ഒരു വിഷയം ഇതാണ്, വലിയ രീതിയിലുള്ള സഹായം പലതരത്തിലും പാകിസ്ഥാൻ ഇറാന് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് അവിടെ നിന്നുള്ള പെട്രോളിയം അല്ലെങ്കിൽ എണ്ണ ഈ പാകിസ്ഥാൻ വഴി വന്നിട്ട് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് മറ്റ് കപ്പലിൽ കയറ്റിയിട്ട് മറ്റ് ലോക രാജ്യങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന പരിപാടികളും അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുന്ന പെട്രോളിയം സൂക്ഷിക്കപ്പെടാൻ പ്രത്യേകമായിരിക്കുന്ന ഏരിയകൾ ഏറെക്കുറെ ഇറാൻ്റെത് ഫുള്ളായി പോയിട്ടുണ്ട്. ഇപ്പോൾ 2 തരത്തിലുള്ള പ്രതിരോധമാണ് ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഒന്ന്, അമേരിക്കയ്ക്കും ഇസ്രായേലിനും പിന്തുണ നൽകുന്ന എല്ലാ രാജ്യത്തിൻ്റെയും കപ്പലുകളെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ തടയുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഏത് രാജ്യത്തു നിന്നാണെങ്കിലും ഇറാനിലേക്ക് വരുന്ന കപ്പൽ അവർ തടയുന്നു, ഇറാനിൽ നിന്ന് പുറത്തു പോകുന്നതും തടയുന്നു. പക്ഷേ ഈ തടയുന്നതുമായി ബന്ധപ്പെട്ട് ഇറാൻ്റെ അതിർത്തിയിൽ നോക്കുന്ന സമയത്ത് 400 നോട്ടിക്കൽ മൈൽ അകലെയാണ് എന്നതിനാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമുണ്ട്. പല മാർഗത്തിലൂടെയും പല വഴിയിലൂടെയും ഈ കപ്പലിനെ റൂട്ട് മാറ്റിയിട്ട് സഞ്ചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറാൻ സാധിക്കുന്നു. അങ്ങനെയാണ് അതിജീവനം ഉണ്ടാകുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാനെതിരെ ഇനിയൊരു യുദ്ധം നടത്താനുള്ള ഒരു ആരോഗ്യശേഷി അമേരിക്കയ്ക്കില്ല. അതിൻ്റെ പ്രതിഫലനങ്ങൾ എത്ര ഉണ്ടാകും എന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് അവർക്കൊരു എത്തും പിടിയും കിട്ടില്ല എന്നുള്ളതാണ് ചുരുക്കം. കാര്യം ഇനി ഞങ്ങൾ ഇതുവരെ ഉപയോഗിച്ച ആയുധങ്ങളല്ല ഇനി ഉപയോഗിക്കാൻ പോകുന്നത്. ലോകം ഇതുവരെ കാണാത്തത്ര കഠിനവും കഠോരമുള്ളതും വലിയ നാശങ്ങൾ ഉണ്ടാക്കുന്ന ആയുധങ്ങളും തങ്ങളുടെ പർവ്വതനിരകളുടെ അടിഭാഗത്ത് വിശ്രമിക്കുകയാണ്. അവർക്ക് വിശ്രമം അവസാനിക്കും അമേരിക്ക ഇനി ആക്രമിച്ചാൽ എന്നൊക്കെ പറയുന്ന സമയത്ത് വല്ലാത്ത രീതിയിൽ പേടിയും ഭയവും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, മധ്യസ്ഥരായിരിക്കുന്ന രാജ്യം പോലും ഇറാനെ സഹായിച്ചുകൊണ്ട് അവരെ സാമ്പത്തിക അഭിവൃദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ രീതിയിൽ ശ്രദ്ധ ഉണ്ടാകുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. എന്നാൽ അമേരിക്ക ഇതിൽ ഇടപെടുക എന്ന് പറയുന്ന സമയത്ത് കണിശമായിരിക്കുന്ന ഒരു ഇടപെടൽ അമേരിക്കയിൽ നടത്തിയാൽ ഒരു പക്ഷത്ത് പാകിസ്ഥാനാണ് എന്നതിനാൽ പാകിസ്ഥാൻ ഈ ഘട്ടത്തിൽ ഉടക്കുന്നത് വല്ലാത്ത രീതിയിലുള്ള പ്രയാസം അമേരിക്കക്കുണ്ടാകും. അതുകൊണ്ട് പാകിസ്ഥാനുമായിട്ട് ഉടക്കാനൊന്നും അമേരിക്കയ്ക്ക് താല്പര്യമില്ല. ശാന്തമായ രീതിയിൽ കാര്യങ്ങൾ പറയുക എന്നല്ലാതെ ആ തരത്തിലേക്ക് ഇപ്പോൾ അമേരിക്ക പദം വന്നിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. സർവാധിപത്യം വെച്ചുകൊണ്ട് ചെറിയ ചെറിയ കുഞ്ഞു രാജ്യങ്ങളെ കീഴ്പ്പെടുത്തി ഭരിക്കുന്ന രാജവംശം കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇറാൻ ഇപ്പോൾ പറയുന്നത് എന്ന് ചുരുക്കം.